29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തിരിതെളിയാൻ പോവുകയാണ്. സുലേഖയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ. സുലേഖ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനീഷ. സുലേഖ, 15 വേദികൾ, 15 തിയേറ്ററുകൾ, 177 ചിത്രങ്ങൾ, 58 രാജ്യങ്ങളിൽ നിന്നുള്ള 177 ചിത്രങ്ങൾ. കാഴ്ചയുടെ വസന്തമാണ് തീർത്ഥാടക കാലം. അതായത് നമ്മൾ ശബരിമല തീർത്ഥാടന കാലം എന്ന് പറയും പോലെ തന്നെയാണ് IFFK തീർത്ഥാടന കാലമായിട്ടാണ് ഓരോ സിനിമാ കാഴ്ചക്കാരും, സിനിമകളെ ആരാധിക്കുന്നവർ, സിനിമകളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ ഒരു IFFK കാലത്തെ IFFK തീർത്ഥാടനം എന്നാണ് പറയാറുള്ളത്. തീർച്ചയായും വിനീഷ, അത് തന്നെയാണ്. സിനിമാ പ്രേമികൾക്കൊക്കെയും ഇതൊരു തീർത്ഥാടന കാലം പോലെ കുറേ കാലങ്ങളായി ഇങ്ങനെ വരുന്ന 29ഓളം വർഷം ഇങ്ങനെ തീർത്ഥാടന കാലം പോലെ ഓരോ ഡിസംബറിലും തിരുവനന്തപുരത്തെത്തി ടാഗോർ തിയേറ്ററിലും കൈരളി തിയേറ്ററിലുമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സിനിമ കാണാൻ ഒരുപാട് ആൾക്കാരാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്തേക്ക് ഈ വണ്ടി പിടിച്ചെത്തുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. അത് രാജ്യത്തിനകത്ത് ഉള്ളവരുണ്ട്, പുറത്തു നിന്നുള്ളവരുണ്ട്, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെയും നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ തിരുവനന്തപുരത്ത് എത്തുമെന്നുള്ളത് തന്നെയാണ്. നേരത്തെ വിനീഷ സൂചിപ്പിച്ചതുപോലെ 15 വേദികളിൽ 177 സിനിമകളാണ് ഈ മേളയിൽ പ്രദർശനത്തിനെത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. വിവിധ വിഭാഗങ്ങളിൽ 177 ചിത്രങ്ങൾ ഈ മേളയുടെ പ്രദർശനത്തിൻ്റെ ഭാഗമാകും എന്നുള്ളത് തന്നെയാണ് വിനീഷ. എന്തായാലും IFFKക്ക് തിരുവനന്തപുരം നഗരം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് IFFKയുടെ ഫെസ്റ്റിവൽ വേദിയിലാണ്, ഫെസ്റ്റിവൽ ഓഫീസിലാണ്. ഈ ഫെസ്റ്റിവൽ ഓഫീസ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അത്രത്തോളം മനോഹരമായി തന്നെ നിർമ്മിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ മനോഹരമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നാളെ വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും ആ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ചലച്ചിത്ര രംഗത്തെ അതുല്യ പ്രതിഭ ഷബാന ആസ്മിയെ മുഖ്യമന്ത്രി ആദരിക്കും. അതിനൊപ്പം തന്നെ ഈ ഷബാന ആസ്മി എന്ന് പറയുന്നത് ലോക ചലച്ചിത്രത്തിലെ തന്നെ ഒരു അഭിനയ മികവ് തെളിയിച്ച ഒരു വ്യക്തിയാണ്. 50 വർഷം തികയ്ക്കുന്നൊരു സാഹചര്യത്തിലാണ് ഷബാന ആസ്മിക്ക് IFFK ആദരം ഒരുക്കുന്നത്. അതിനൊപ്പം തന്നെ ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായക ആൻ ഹുയിക്ക് മുഖ്യമന്ത്രി ചടങ്ങിൽ വെച്ച് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നൽകും. 10 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. ഈ ഉദ്ഘാടന ചിത്രം എന്ന് പറയുന്നത് ഐ ആം സ്റ്റിൽ ഹിയർ എന്നുള്ള ചിത്രമാണ്, പോർച്ചുഗീസ് ഭാഷയിലുള്ള ചിത്രമാണ്. ഇത് ഉദ്ഘാടന ചിത്രമായി മേളയിൽ ഈ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ തന്നെ പ്രദർശിപ്പിക്കുമെന്നുള്ളത് തന്നെയാണ്. ഒപ്പം കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന നൃത്ത പരിപാടി അതും ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ മുന്നോടിയായിട്ട് നിശാഗന്ധിയിൽ അരങ്ങേറുമെന്നുള്ളത് തന്നെയാണ്. നാളെയോടുകൂടി ഇത്തരത്തിൽ നേരത്തെ വിനീഷ സൂചിപ്പിച്ചതുപോലെ സിനിമാ പ്രേമികളുടെ ഇത്തരത്തിൽ വലിയൊരു തീർത്ഥാടന കാലത്തിന് നാളെ തുടക്കം കുറിക്കുകയാണ്. നാളെ വൈകിട്ട് മുഖ്യമന്ത്രിയാണ് IFFK ഉദ്ഘാടനം ചെയ്യുന്നത്. അത്രത്തോളം മനോഹരമായിട്ടുള്ളൊരു വേദിയായി IFFK മാറുമെന്നുള്ളത് തന്നെയാണ്. കാലങ്ങളായി 29ഓളം വർഷങ്ങളായി പിന്നിട്ട് 29ഓളം വർഷങ്ങളായി ഇത്തരത്തിൽ മനോഹരമായി തന്നെ മേള നടന്നു പോന്നിരുന്നു. ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തവണ ഒരു വനിതാ പ്രാതിനിധ്യമുള്ള ഒരു മേളയായിരിക്കും ഇത്തവണത്തെ IFFK എന്നുള്ളത് തന്നെയാണ്. വലിയ രീതിയിൽ ഈ വുമൻസ് ഓറിയൻറ്റഡ് സിനിമകളൊക്കെ തന്നെയും ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. അത്തരത്തിൽ തന്നെയാണ് IFFKയുടെ ഷെഡ്യൂളുകളൊക്കെ തന്നെയും വന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 14 സിനിമകളും മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ 12 ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ 7 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ഒപ്പം ലോക സിനിമാ വിഭാഗത്തിൽ 63 സിനിമകൾ പ്രദർശനത്തിനെത്തുന്നുണ്ട്. അന്താരാഷ്ട്ര മേളയിൽ പ്രേക്ഷക പ്രീതി നേടിയ 13 ചിത്രങ്ങളടങ്ങിയ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് ഈ മേളയുടെ മറ്റൊരു ആകർഷണമാകുമെന്നുള്ളത് തന്നെയാണ്. ഒപ്പം അർമേനിയൻ സിനിമ അതിൻ്റെ ശതാബ്ദി ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി 7 ചിത്രങ്ങൾ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ദക്ഷിണ കൊറിയൻ സംവിധായകൻ ഹോങ് സോങ് സോ സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയ നടി ഷബാന ആസ്മി, ഛായാഗ്രഹൻ മധു അമ്പാട്ടി എന്നിവരുടെ റെട്രോസ്പെക്റ്റീവ്, അതിനൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനിതാ പ്രാതിനിധ്യം നൽകി ദ ഫീമെയിൽ ഗെയിൽസ് എന്ന പേരിൽ വനിതാ സംവിധായകരുടെ ചിത്രങ്ങളുടെ പാക്കേജും, ഒപ്പം ലാറ്റിൻ അമേരിക്കൻ സിനിമകളുടെ പാക്കേജ്, കലഡേസ്കോപ്പ്, മിഡ് നൈറ്റ് സിനിമ, ആനിമേഷൻ ചിത്രങ്ങൾ, ചലച്ചിത്ര അക്കാദമി പുനരുദ്ധരിച്ച 2 ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള റീസ്റ്റോർഡ് ക്ലാസിക് എന്നിവയൊക്കെ തന്നെയും മേളയുടെ പ്രത്യേകതകളായി മാറും. അതിനൊപ്പം പി ഭാസ്കരൻ, പാറപ്പുറത്ത്, തോപ്പിൽ ഭാസി ഈ 3 പ്രതിഭകളുടെയും ജന്മശതാബ്ദി
ജയന്തിയോടനുബന്ധിച്ചുള്ള ലിറ്റററി ട്രിബ്യൂട്ട് വിഭാഗത്തിൽ 3 ചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ശരി സുലേഖ, വിശേഷങ്ങളെല്ലാം തന്നെ ഇന്ന് തന്നെ പറഞ്ഞു പോയാൽ നമുക്ക് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഉണ്ടാകില്ല. കാരണം അത്രയ്ക്ക് ഒത്തിരി വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാകും IFFK വേദിയിൽ നിന്ന്.